കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്പന്ദനങ്ങളെ ആവാഹിച്ചുകൊണ്ട് കേരളം ഇന്ന് വോട്ട് ചെയ്യുകയാണെങ്കിൽ ആരുടെ പക്ഷത്ത് നിൽക്കുമെന്നുള്ള ഒരു പ്രവചനം സാധ്യമാക്കുന്ന അഭിപ്രായ സർവേയുടെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ പരിപാടിയിലൂടെ പുറത്തു കൊണ്ടുവരുന്നത്. ആദ്യഘട്ടത്തിൽ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് 60 നിയമസഭാ മണ്ഡലങ്ങളുള്ള മലബാർ മേഖലയാണ്. ആറ് ജില്ലകളിലായി കിടക്കുന്ന 60 മണ്ഡലങ്ങൾ എങ്ങനെയായിരിക്കും ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു സവിശേഷ പരിപാടിയിൽ നമ്മൾ നോക്കുന്നത്. ഇന്ന് 2011 ഇന്ന് എന്താണ് ഈ പറഞ്ഞ പ്രദേശത്തിൻ്റെ പ്രത്യേകത? ആകെ സീറ്റ് 60, LDF 28, UDF 32. UDFന് ഒരു എഡ്ജുള്ള ഒരു മേഖലയാണ്. ഇനി ഒരു പക്ഷേ ഒരു സ്വിങ് വരുമ്പോൾ എങ്ങനെ സംഭവിച്ചേക്കാമെന്നുള്ള ഒരു സൂചന നമ്മുടെ പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി 5000 വോട്ടിൽ താഴെയുള്ള, അതായത് ഒരു സ്ഥാനാർത്ഥി 5000 താഴെ 5000 വരെ മാത്രം ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുള്ള എത്ര മണ്ഡലങ്ങളാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 മണ്ഡലം. ഈ 11 മണ്ഡലത്തിൽ ഏറെക്കുറെ സമം, ഒരുപക്ഷെ 5 മണ്ഡലങ്ങളിൽ LDFും 6 മണ്ഡലങ്ങളിൽ UDFും ജയിച്ചിരിക്കുന്നത് 5000 താഴെ വോട്ടിലാണ്. അതായത് പുതിയ വോട്ടർമാർ ആ മണ്ഡലങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ വേണമെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യപ്പെടാവുന്ന ഒരു മാർജിൻ മാത്രമേ അവിടെയുള്ളൂ. ഇനി മലബാർ കുറച്ചുകൂടെ വ്യക്തത കിട്ടാൻ വേണ്ടി നമ്മൾ ആ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പോയിന്റിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ഒന്നും കൂടി ബിൽഡപ്പ് ചെയ്യാണ്. 2014 ലോകസഭയിൽ എങ്ങനെയായിരുന്നു? LDF, അതായത് കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട്, ആലത്തൂർ, ഇതാണ് LDFന് കിട്ടിയത്. UDFന് വടകര, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പൊന്നാനി ഏറെക്കുറെ ഈവനാണ്. പക്ഷേ എങ്കിൽ പോലും ലോകസഭയിൽ ഒരു സീറ്റ് UDFന്. അതിന് വലിയൊരു അത്ഭുതമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ മലപ്പുറത്തിൻ്റെ ഒരു അതിപ്രസരം ഇതിൽ കാണുന്നതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. ഇനി ഈ പറഞ്ഞ പോലെ ഈ 5000 താഴെ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളിലാണോ ഈ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നത്? ഇതൊക്കെ വേണമെങ്കിൽ വരാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ചെറിയ വോട്ട് നോക്ക്. വടകരയിൽ CK എന്നാണ് ജയിച്ചത് 874. അഴീക്കോട് KM ഷാജി ജയിച്ചിരിക്കുന്നത് 493. അതുകൊണ്ടായിരിക്കുമോ ശൂരനാട് ലീഗ് ആ സ്ഥാനം വെച്ചു മാറാമെന്ന് താങ്കളുടെ പാർട്ടിയോട് പറയുന്നു? ഞാൻ അതിനെപ്പറ്റി ഒരു ബോധവാനല്ല വാസ്തവത്തിൽ. എന്തായാലും അഴീക്കോട് കോൺഗ്രസ് മത്സരിച്ചാൽ ഇതിനേക്കാൾ മെച്ചമുണ്ടാകും എന്ന അഭിപ്രായക്കാരുണ്ട്. ലീഗിനും ചിലപ്പം വേറൊരു സീറ്റ് കിട്ടിയാൽ ശൂരനാട് ഒരു പ്രസ്ഥാനം നടത്തിയിരിക്കുന്നത്. ആ സീറ്റ് ഈ ലീഗ് മത്സരിച്ചുകൊണ്ടാണ് ഇത്രയും ഭൂരിപക്ഷം കുറഞ്ഞത്. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? അർത്ഥമല്ലേ ഈ ഭൂരിപക്ഷം കുറഞ്ഞനുസരിച്ച് അഴീക്കോടെ സംബന്ധിച്ചാലും ലീഗ് ഈ മലബാറിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഒരു ഹാർമണി പലയിടത്തും ഇല്ലായി എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് വെച്ചുമാറ്റം ഇക്കുറി നടത്തേണ്ടി വരും. കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്ര വോട്ട് പോയി? കുറച്ചൊക്കെ മാറ്റം വെച്ചുമാറ്റം നടത്തേണ്ടി വരും. രാഘവൻ അവസാനം വരെ അഴീക്കോട് മത്സരിച്ചാണ്. നമ്മുടെ നികേഷ് മത്സരിക്കുന്നതാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ലാൽ ആരെ പറഞ്ഞല്ലോ, എല്ലാവരും മത്സരിക്കും. എനിക്ക് ചൂരനാട് വേണം മത്സരിച്ചാൽ വേണമെങ്കിൽ ഒരു പക്ഷേ ലീഗിനേക്കാളും കൂടുതൽ കുറെ കെട്ടിയിറക്കി. തിരുവിതാംകൂറിൽ നിന്ന് കുറെ കെട്ടിയിറക്കി മലബാറിലേക്ക് സ്ഥാനാർത്ഥികളെ. പച്ച തൊട്ടില്ല. അത് ഇപ്രാവശ്യം UDF പരീക്ഷിച്ചാൽ അത് പരാജയപ്പെടും. മിസ്റ്റർ അജിത്, അങ്ങനെയാണെങ്കിൽ 6 തവണ കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ച KC ജോസഫ് ഇരിക്കൂർ വീണ്ടും മത്സരിക്കാൻ വേണ്ടി ഏത് കുറ്റിച്ചൂലിനെ UDF നിർത്തിയാലും ജയിക്കും. KC ജോസഫിന്റെ മഹത്വമൊന്നുമില്ല. അങ്ങനെയല്ല, കുടിയേറ്റ കർഷകരാണ്, പാലക്കാരാണ് കംപ്ലീറ്റ്, കോട്ടയത്തുകാരാണ്, ക്രിസ്ത്യാനികളാണ്. ഏത് കുറ്റിച്ചൂലിനെ അതുകൊണ്ട് അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ പോവുകയാണ്. അദ്ദേഹമല്ല, അദ്ദേഹത്തിന്റെ പ്രേതത്തെ മത്സരിച്ചാലും ജയിക്കും. ഒരു സംശയം. അതിന് KC ജോസഫിന്റെ മഹത്വം വിചാരിക്കുകയും വേണ്ട. ചൂരനാട് അങ്ങനെ ഒരു ഉറച്ചായ സീറ്റിൽ അവിടെയുള്ള ഒരാൾക്ക് ഒരു സീറ്റ് കൊടുക്കണമെന്നൊരു ആഗ്രഹം വരുമ്പോൾ ഇപ്പൊ ആലോചിക്കും. അതാണല്ലോ കോൺഗ്രസ് പുതിയ ഒരു പരിഗണന ഇട്ടേക്കുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ. ജോസഫ് അല്ല. അപ്പോൾ താങ്കൾ ഈ ചർച്ചയിൽ താങ്കൾ പറഞ്ഞ രണ്ട് പ്രസ്താവനകൾ, ഒന്ന് ഒരു ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ലാഞ്ചനയെ കുറിച്ച് താങ്കൾ ഒന്ന് സൂചിപ്പിച്ച് തഴുകി വിട്ടു. 2, ഇപ്പം KC ജോസഫ് തുടർച്ചയായിട്ട് ഇരിക്കൂർ മത്സരിക്കേണ്ടതില്ല, അവിടെ വേറെ ആളെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. വേര് പിടിച്ച സ്ഥാനാർത്ഥികളെ മാറ്റിയില്ലെങ്കിൽ കോൺഗ്രസും ഉമ്മൻചാണ്ടിന്റെ കൂടെ അവശേഷിക്കുന്ന രണ്ടോ മൂന്നോ ആൾക്കാരിൽ ഒരാൾ
കെ.സി. ജോസഫ് മാത്രം. കെ.സി. ജോസഫ് എപ്പോ ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ചെയ്താലും അപ്പൊ ചില വക്കീലന്മാർ തൂക്കിക്കൊല്ലുന്നതിന് വാദിച്ച് തൂക്കിക്കൊന്ന പോലെ അവിടുത്തെ ജനങ്ങൾ കെ.സി. ജോസഫ് വീണ്ടും മത്സരിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ മത്സരിക്കും. തമാശ അതാണ് ചുരുനാട്. ഇതാണ് താങ്കൾ എത്ര തമാശ എന്താ ചുരുനാട് ഇത്ര പെട്ടെന്ന് മാറാൻ അങ്ങനെയല്ല. മലക്കം പറഞ്ഞു. അതായത് ഹൈക്കമാൻഡ് തീരുമാനം എന്താണ് ചുരുനാട് സ്ഥാനാർത്ഥി നിർണയത്തിൽ അതായത് ഞങ്ങൾ അത് പരിശോധിക്കും പരിഗണിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. താഴെ തട്ടിലോട്ട് പോകാൻ പറഞ്ഞത് നമുക്ക് അതുകൊണ്ടാണ്. ചുരുനാട് വിഷമിക്കേണ്ട കാര്യമുണ്ട് വേണ്ട. ചുരുനാടിന്റെ ധർമ്മസംഘടന നിങ്ങൾക്ക് മനസ്സിലായി. മലബാറിന്റെ പ്രഡിക്ഷൻ 60 സീറ്റുള്ള മലബാർ എങ്ങനെയായിരിക്കും ഇന്ന് വോട്ട് ചെയ്യുകയാണെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്? CS-ന്റെ സർവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചകം ഞങ്ങൾ ഇവിടെ പുറത്തുവിടുകയാണ്. നോക്കുക. മലബാർ പ്രഡിക്ഷൻ LDF 36 മുതൽ 38 സീറ്റുകൾ, UDF 22 മുതൽ 24 സീറ്റ് വരെ, BJP 2 സീറ്റ് വരെ പിടിക്കാം. വോട്ടിംഗ് LDF-ന് 36 മുതൽ 38 വരെ സീറ്റ് കിട്ടുമെങ്കിൽ 43.3% വോട്ട്. UDF-ന് 22-24, അതിൽ 40.9% വോട്ട്. BJP-ക്ക് 0 to 2, പക്ഷേ 9.3% വോട്ട്. മറ്റുള്ളവർ ഇല്ല, അത് പറയാം. മറ്റുള്ളവർ 6.5. ഇതാണ് ഡോക്ടർ ഐസക് CS-ന്റെ അഭിപ്രായ സർവേയിൽ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ. എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? ഇത് ഒരു ഇന്നത്തെ പ്രവണതയെ പ്രതിഫലിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം നിങ്ങളുടെ സർവേയിൽ ഇല്ലാത്തൊരു കാര്യം വിവിധ സമുദായങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു തീർച്ചയായിട്ടും ഉണ്ട് എങ്കിൽ ഒരു നിസ്സംശയം കാണാൻ പറ്റും. ഡോക്ടർ ഐസക്, അത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാകേണ്ടതില്ല. എല്ലാ വിഭാഗക്കാരുടെയും പ്രതികരണം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ പോലെ നാളെയും ഈ പരിപാടി നിങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തുന്നുള്ളതുകൊണ്ട് അതിലേക്ക് മാറ്റിവെച്ചു. നാളെ അതിൽ പിന്നെ കുമാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ സുഹൃത്ത് വെള്ളാപ്പള്ളിയുടെ ഘടകം ഉൾപ്പെടെയുള്ളത് നമ്മൾ പരിശോധിക്കും. അപ്പൊ നാളത്തെ പരിശോധനയിൽ എനിക്ക് ഉറപ്പുണ്ട് കാണാൻ പോകുന്നൊരു കാര്യം, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു മലപ്പുറത്തിന്റെ ഹാർട്ട്ലാൻഡ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇടതുപക്ഷത്തേക്കൊരു മാറ്റം ഉണ്ടാവും. അതിപ്പോൾ ഈ നടക്കുന്ന ഈ JNU സമരമൊക്കെ ഇത് വളരെ ശക്തിപ്പെടുത്തുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇതാണ് വരുന്ന താങ്കൾ ഈ ഒരു ടാലിയോട് ഏറെക്കുറെ താങ്കൾക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ടോ? ഇതിനേക്കാൾ മെച്ചപ്പെടും എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹമല്ല, മെച്ചപ്പെടും എന്നുള്ള വിലയിരുത്തലാണ്. ഇതിനേക്കാൾ മെച്ചപ്പെടും എന്നുള്ള വിലയിരുത്തൽ. കുമാർ 0 to 2, അതിനപ്പുറത്ത് താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും എവിടെ ഇതിനേക്കാൾ മെച്ചപ്പെടും. എന്തോ കുമാർ പറയാൻ പറ്റും. മലബാർ അതായത് നമ്മൾ പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാകരുത്. ആഗ്രഹത്തിന് ഒരു അതിലുണ്ട് കേട്ടോ. അല്ല, 2 കാര്യം. 9.3% വോട്ട് അല്ല അതിൽ കൂടുതൽ കിട്ടും. 1. 2 മണ്ഡലങ്ങളല്ല അതിൽ കൂടുതൽ ഉറപ്പായി കിട്ടും. മലബാറിലോ? എവിടെ? ഏതൊക്കെ? അങ്ങനെ പറയാൻ പറ്റും. അല്ല, എന്നാലും പറ. 60 മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ 60 മണ്ഡലം എന്ന് പറയുന്നത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു. ഈ നമ്മൾ ഈ അഭിപ്രായ സർവേയെ പറ്റി ചർച്ച ചെയ്ത വിഷയങ്ങളിൽ നിന്ന് നേരെ വിരുദ്ധമായിട്ടാണ് അതിൻ്റെ റിസൾട്ട് എഴുതി കാണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞോട്ടെ, എനിക്കൊരു കാര്യമുണ്ട്. ക്രമസമാധാന നിലയിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ CPM-ന്റെ അതിക്രമത്തിൽ ഏറ്റവും കൂടുതൽ ദുര്യോഗം അനുഭവിക്കുന്ന ഒരു പ്രദേശത്ത് അവർക്ക് ഈ തവണ ഒരു എഡ്ജ് അധികം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു സെക്കൻഡ് അത് ഒരു പക്ഷേ ഈ ഒരു ഫലത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു സഫോളജിസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പ്രതിപക്ഷത്തിൻ്റെ നെഗറ്റീവ്സിനേക്കാൾ കൂടുതൽ വോട്ടർമാർ ശ്രദ്ധിക്കുന്നത് സർക്കാരിൻ്റെ നെഗറ്റീവ്സാണ്. പിന്നെ 2, ഏത് വിഷയമാണ് അവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചെന്നുള്ള കാര്യം നമ്മളിവിടെ സർവേയിൽ കണ്ടെത്തിയിട്ടില്ല. അതായത് ഒരു പക്ഷേ വേണമെങ്കിൽ നമുക്ക് പ്രഭാഷ് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം, മലപ്പുറം അടക്കമുള്ള സ്ഥലത്ത് നിന്ന് ഈ ഒരു മാറ്റം വരുമെന്ന് ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ലീഗ് വിശ്വസിക്കുന്നു. അജിത്തെ, ഇങ്ങനെയുള്ള ഒരു മാറ്റം പക്ഷെ എങ്കിൽ പോലും UDF അവിടെ പിടിച്ചു നിൽപ്പുണ്ട്. അല്ല, രണ്ടും തമ്മിലുള്ള വ്യത്യാസം 3% അത്രേ ഉള്ളൂ. അപ്പൊ മലബാർ 3 ഇല്ല, അത് കുറവേ ഉള്ളൂ, <3. അപ്പൊ അതുകൊണ്ട് മലപ്പുറം ലീഗിന്റെ കയ്യിലാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പക്ഷെ കോഴിക്കോട് തിരിച്ചടി കിട്ടും, കണ്ണൂർ LDF മേളിൽ പോവും,
അതുകൊണ്ട് സ്വാഭാവികമായി LDFിന്റെ നില മലബാറിൽ മെച്ചപ്പെടുന്ന തരത്തിൽ ആർക്കാ സംശയം? ഒരു സംശയം ഇതിനകത്ത് ഈ ശതമാനത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മലബാറിന്റെ കാര്യത്തിൽ 43% LDF, UDF 43% ആണെന്ന് പറഞ്ഞു. ഈ 3% മാത്രം ആയിരിക്കുന്നതിന് കാരണം മലപ്പുറമാണ്. ഈ മലപ്പുറം അതുകൊണ്ട് സീറ്റ് കൂട്ടില്ല, സീറ്റ് കൂട്ടുന്നല്ല എൻ്റെ ഭൂരിപക്ഷം. അതായത് ഷൂറിനാണ് ഒരു സെക്കൻഡ്. അതായത് ഒരുപക്ഷെ വോട്ടിംഗ് പെർസെൻറ്റേജ് പരിശോധിച്ചു കഴിഞ്ഞാൽ മലപ്പുറത്ത് ലീഗിന് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതുകൊണ്ട് പ്രത്യേകിച്ച് മെച്ചമുണ്ടാകുന്നില്ല, സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല. അതല്ലേ ഡോക്ടർ? ഞാൻ കാണുന്ന വേറെ കാര്യമുണ്ട്. കണ്ണൂർ പോലൊരു സ്ഥലത്ത് ഇത്രയും പാർട്ടി നേതാക്കന്മാർ പ്രതികളായി മാറി വന്ന ഒരു സ്ഥലത്ത് ജനങ്ങൾ ഇതൊക്കെ ചിന്തിക്കത്തില്ലേ? വികസന പ്രവർത്തനത്തിൽ വളരെ മുമ്പിൽ ഞാൻ കണ്ണൂരുകാരനായതുകൊണ്ട് പറയട്ടെ, ഇതൊക്കെ നടന്ന ശേഷമാണ് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ സിറ്റിംഗ് സീറ്റ് പിന്നെ കോൺഗ്രസ് നഷ്ടപ്പെടുക ചെയ്തു. അത് കുമാരൻ തന്നെ അറിയാം. എന്താ കാരണം വെച്ചാൽ നിങ്ങൾ ഈ കാണിക്കുന്നത് എങ്ങനെയാണ് സുധാകരൻ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വോട്ടർമാരാണ്. ഈ പറഞ്ഞ പത്രം നോക്കിയിട്ടല്ല അവർ വോട്ട് ചെയ്യും, ആണോ ഡോക്ടർ? അല്ല, അതിനല്ല, അത് ആ ഒരു ഘടകങ്ങളാണ്. അതാണ് നമ്മുടെ ഇതിൽ വന്നിരിക്കുന്നത്. ഇനിയൊരു കമ്പാരിസൺ, ഒരുപക്ഷെ 2011 നിന്ന് 2016 നമ്മൾ കാണുന്ന വ്യത്യാസം അത് കുറച്ചുകൂടി സ്പഷ്ടമായിട്ട് കാണിക്കാം. നമ്മൾ 2011-16 കമ്പാരിസൺ LDF 28 സീറ്റായിരുന്നത് 36 മുതൽ 38 ഉയരാൻ സാധ്യത. അതായത് ഒരു 8-9 സീറ്റിന്റെ വ്യത്യാസം LDFന് കിട്ടുന്നു. UDF 32 സീറ്റിൽ 22-24 താഴുന്നു. BJPക്ക് 0 മുതൽ 2 സീറ്റ് വരെ കിട്ടാം. 0 മുതൽ 2 സീറ്റ് വരെ കിട്ടിയാൽ തന്നെ പരമാവധി 2 കിട്ടുള്ളൂ. കുമാറിന്റെ കണക്കിൽ 3 ആണ്. ഞാൻ 3 പറഞ്ഞില്ല. പറഞ്ഞു, താങ്കൾ പറഞ്ഞു. ഇല്ല, 3 ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. മലബാറിൽ കൂടുതൽ കിട്ടുമെന്നേ പറഞ്ഞുള്ളൂ. മലബാർ ഇതിനേക്കാൾ 2 കിട്ടും. ഒരു സെക്കൻഡ്, ഞാൻ ഈ പറഞ്ഞ 3-2 കൂടുതലല്ലേ? അതല്ല ഞാൻ പറഞ്ഞത്. 15-3 കൂടിയതല്ലേ സാർ ഒന്ന് പറ, ഏത് സീറ്റുകളാണ്? ഒന്ന് പറ, ധൈര്യമായിട്ട് പറ. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഏതാ ഈ പരിപാടി കഴിഞ്ഞിട്ട്? കുമാർ അങ്ങനെ ഒരു പക്ഷേ കുമാറിനെ ഞാൻ സഹായിക്കാൻ വേണ്ടി പറയാം. എനിക്ക് തോന്നുന്നു സാധാരണ ഈ സർവേയില് സീറ്റുകൾ ഏതാണെന്ന് പറയാൻ പാടില്ല, അവരതിലേക്ക് എടുത്തിട്ടില്ല. ഇനി ഞാൻ CS എന്ന് വിട്ടിട്ട് എൻ്റെ ഒരു സ്വാതന്ത്ര്യം ഒരുപക്ഷെ കുമാറിന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഷുർനാട് അനൗൺസ് ചെയ്യേണ്ട. സുധീരൻ അത് കാണുന്നുണ്ട്, എന്തിനാ നിങ്ങൾ വിളിച്ചു പറയുന്നത്? രമേശ് കാണുന്നുണ്ട് ഈ പരിപാടി. അതുകൊണ്ട് ഇനി ഈ പറയുന്ന പോലെ എന്തുകൊണ്ട് ഇപ്പൊ കുമാർ ഒരു വാദഗതി മുന്നോട്ട് വെച്ചു, അതായത് 2-ലേക്കാളും കൂടുതൽ, നമ്മൾ 2 വരെയാകാം, എന്തുകൊണ്ട് 2-നപ്പുറം പോകില്ല എന്നുള്ളത് ഇത് CS സർവേ അല്ല. ഞാനൊരു പക്ഷേ കുമാർ ഇങ്ങനെ ഒരു വാദഗതി ഉന്നയിച്ചേക്കാമെന്നുള്ളത് കുമാറിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഡേറ്റ എടുത്ത് വെച്ചു. നോക്കാം. ഒരു പക്ഷേ BJPക്ക് കിട്ടാൻ സാധ്യതയുള്ളത് CSC സർവേ അല്ല, എൻ്റെ ഒരു കണക്കാണ്. കാസർഗോഡ് 2011 കാസർഗോഡ് മണ്ഡലം നോക്കുക. LDFന് 16,000 വോട്ട് കിട്ടിയപ്പോൾ UDFന് 53,000 കിട്ടി. BJP 2ാം സ്ഥാനത്ത് 43,000. ഇവിടെയാണ് കുമാർ പറയുന്നത് ഇടതുപക്ഷം വോട്ട് UDFന് മറിച്ചു. അത് അജിത്തും പറഞ്ഞു. 2014 ലോകസഭയിൽ 2014 ലോകസഭയിൽ LDF 22, UDF 54, BJP 41. 2015 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒന്നാം പാർട്ടി UDF 59,000, BJP 45,000, LDF 22. ഇവിടെ ക്ലിയർ. ഒരു പക്ഷേ ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത് UDFും BJP ആണെന്ന കാര്യത്തിൽ ഡോക്ടർ ഐസക് തർക്കിക്കാൻ പറ്റുമോ? പക്ഷേ തദ്ദേശം വെച്ച് നോക്കുമ്പോൾ 11,000-ഓളം വോട്ടുകൾ BJP അവിടെ കവർ ചെയ്യും. ഈ പറയുന്ന കാസർഗോഡ്, അതായത് 14,000 വോട്ട് കവർ ചെയ്താൽ മാത്രമേ BJPക്ക് ഇവരെ സഹായിക്കാതിരുന്നാൽ ഉറപ്പായിട്ടും BJP. സാറേ ഒരു സെക്കൻഡ്, ഇവിടെ ആരും സഹായിച്ചിട്ടില്ലല്ലോ. ഒരു സെക്കൻഡ്, ഈ പറഞ്ഞ കുമാർ ഒരു സെക്കൻഡ്, ഇവിടെയാണ് ഞാൻ പറയട്ടെ. നോക്ക്, ഇവിടെ ആരും സഹായിച്ചില്ലല്ലോ. ഇവിടെ ഇടതുപക്ഷം പിടിക്കേണ്ട വോട്ട് പിടിച്ചില്ലേ? ഈ അസംബ്ലി നോക്കൂ. 2011 അജിത്ത് നോക്ക്, 7,000 തിരിച്ചു മാറിയാ മതി. ഞാൻ ചോദിച്ചോട്ടെ, 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ. LDFന് കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ 16,000 വോട്ട്. എന്റെ കമ്പാരിസൺ ഇവിടെയാണ്. അതായത് അത് പോട്ടെ, അത് നോക്കരുത്. ഇവിടെ 28 വോട്ടർമാരുടെ UDFന്റെ വോട്ട് നോക്കൂ. 53, 54, ശരി, ഓക്കെ. അപ്പൊ കുമാറിന്റെ ശൂരനാട് ഇവിടെയാണ് ഒരുപക്ഷെ കുമാറിന്റെ പാർട്ടിക്കുള്ള ഒരു പ്രതീക്ഷ. അടുത്തത് നോക്ക്, ഞാൻ കുമാറിനെ സഹായിക്കാൻ വേണ്ടി മാത്രം. സാധ്യതയുണ്ട്. അടുത്തത് മഞ്ചേശ്വരം. ഇവിടെ സുരേന്ദ്രൻ നിൽക്കുമോ?
അതൊക്കെ പിന്നെ ആലോചിക്കാം. അല്ല, അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അവിടെ ആലോചിക്കാം. ലോക്കൽ പ്രശ്നങ്ങൾ ഉണ്ടോ സംശയിക്കുന്നുണ്ട്. നമുക്ക് ആലോചിക്കാം. ആലോചിക്കാം. ഓക്കെ, ശരി. അവിടെ നിയമസഭ നോക്കുക, ഇവിടെയും രണ്ടാമത്തെ പാർട്ടി. അല്ല, ഇവിടെയാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. മഞ്ചേശ്വരത്ത് 2011 മുമ്പ് MLA CPM ആയിരുന്നു, കുഞ്ഞമ്പൂ നായർ. അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് പോയി. എങ്ങനെ പോയി? ആ വോട്ടുകൾ ഇവിടെ പോയി. ഓക്കെ കുമാരൻ, Sitting MLA ഞാനിപ്പോ നിങ്ങൾക്ക് ഈ പറഞ്ഞ 2014 2015 തദ്ദേശത്തിൽ നിൽക്കുമ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനുമായിട്ട് കമ്പയർ ചെയ്യാം. ലോക്കൽ ആ പ്രദേശത്തുള്ളവർക്ക് കുമാർ ഒരു സെക്കൻഡ് മനസ്സിലാക്കണം. അതായത് BJPക്ക് 15% സ്റ്റേറ്റ് ലെവലിൽ കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പിന്റെ വോട്ട് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു പോളാണ് നടക്കുന്നത്. ഇവിടെ നോക്ക്, ഇവിടെ ഒരുപക്ഷെ ഐസക്കിനെയും സൂര്യനാടിനെയും അസ്വസ്ഥമാക്കേണ്ട ഘടകങ്ങളാണ്. അതായത് 55,000 വോട്ട്, 47,000. ഇതാണ് ഒരുപക്ഷെ 0 to 2 എന്ന് ഒരുപക്ഷെ ഇവരുടെ സർവേയിൽ കണ്ടെത്താൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കുമാർ ഒരുപക്ഷെ ഊന്നാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു മണ്ഡലം കൂടി ഞാൻ പറഞ്ഞു. പാലക്കാട് കാണിച്ചു. ഇനി അതിൻ്റെ ഒരു കുറവ് ഞാൻ നികത്തി തരാം. പാലക്കാട് നോക്കുക, LDF 40,000 11, UDF 47,000, BJP 22,000. ലോകസഭ 45-37, BJP 3ാം സ്ഥാനത്ത്. 2015 ഒരു മനസ്സിലാക്കണം, മുനിസിപ്പാലിറ്റി BJP ആണ് ഭരിക്കുന്നതെങ്കിലും 3 പഞ്ചായത്തുകൾ വേറെയുണ്ട്. ആ പഞ്ചായത്തോടെ കൂട്ടിയാൽ തന്നെ LDF 39, UDF 45, BJP 35. അജിത്തെ, ഇവിടെ BJP മുമ്പോട്ട് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ കുമാറിനോട് ഞാൻ പറയുന്നത് 0 to 2 എന്നുള്ള ആദ്യത്തെ രണ്ടെണ്ണത്തിലാണ് സാധ്യത. അതിൽ വേണമെങ്കിൽ കുമാറും അത് കടിക്കായിരുന്നു. അതുകൊണ്ടാണ് കുമാർ കടിച്ചില്ല. ഷാഫി സുഖമായിട്ട് അങ്ങ് ജയിക്കോട്ടെ. അപ്പൊ ഷാഫിയാണ് പാലക്കാട് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചത്. നമ്മളോടൊപ്പം പ്രഭാഷ ഉണ്ടെങ്കിൽ പ്രഭാഷ ഒന്ന് രംഗത്ത് വന്നിട്ട് ഒരു സെക്കൻഡ് ഈ BJPയുടെ സാധ്യതയെക്കുറിച്ച് ഒരു ചോദ്യത്തോട് ഒന്ന് പ്രതികരിക്കണം. എങ്ങനെയാണ് ഒരു പക്ഷേ ഈ പറഞ്ഞ മഞ്ചേശ്വരം, കാസർഗോഡ് പിന്നെ ഉള്ള മണ്ഡലങ്ങളാണ് പ്രതീക്ഷ അവർ പുലർത്തുന്നത്. പക്ഷേ അവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ലോക്കൽ സെൽഫ് ബോഡിയിലേക്കുള്ള ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ, മുനിസിപ്പാലിറ്റി ഇലക്ഷൻ, മുനിസിപ്പാലിറ്റി ഇലക്ഷനിലുള്ള വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പെട്ടെന്ന് ചാടിക്കയറി പിന്നെ സംസ്ഥാന തലത്തിൽ അങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ അത് രണ്ട് രീതിയിൽ തന്നെയാണ്. ആ രണ്ട് രീതിയിൽ മാത്രമല്ല നമുക്ക് കാണേണ്ടത്. ഇപ്പം ഇന്ത്യയിൽ മറ്റു ഭാഗങ്ങളിൽ BJP സർക്കാരുകൾ കാണിക്കുന്ന അല്ലെങ്കിൽ അവരുടെ നയങ്ങൾ, അവരെടുക്കുന്ന നിലപാടുകൾ ഒക്കെ തന്നെ ഇതിനെ സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങളാണ്. അപ്പോൾ സർവേയിൽ 2 സീറ്റ് കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ എടുത്തിയാടി ഉടനെ 2 സീറ്റ് കിട്ടുമെന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. പക്ഷേ അവർക്ക് വോട്ടുണ്ട്, ഈ പറഞ്ഞ മലബാർ മേഖലയിൽ വോട്ടുണ്ട്. ആ വോട്ട് എത്രത്തോളം സീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുവാൻ ഈ പാർട്ടിക്ക് കഴിയും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിൽക്കുന്നു. ഡോക്ടർ ഐസക്, 0 to 2 ആണ്. ഒരുപക്ഷെ 0 ആകാം, 1 ആകാം, 2 ആകാം, 2-ന് പോകില്ല. അതാണ് സർവേ വിലയിരുത്തൽ 0 ആയിരിക്കും. കാരണം ഇതുവരെ 3ാം സ്ഥാനം വിട്ട് 1ാം സ്ഥാനത്തേക്ക് വന്നിട്ടില്ലല്ലോ. ഇതുവരെ 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനം അല്ലല്ല, 1ാം സ്ഥാനത്തേക്ക് വന്നിട്ടില്ലല്ലോ. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നടന്നില്ലല്ലോ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പില് ഓരോ പാർട്ടിയും അവർക്ക് പിടിക്കാൻ വോട്ട് കൃത്യമായിട്ട് തന്നെ പരമാവധി പിടിച്ചിട്ടുണ്ടല്ലോ. BJP അവിടെ 1ാം സ്ഥാനത്തല്ല വോട്ടിന്റെ കാര്യത്തിൽ, ഈ രണ്ടിടത്തും. അപ്പൊ കിട്ടാതിരിക്കാനാ സാധ്യത. കിട്ടുന്നതിനേക്കാൾ സാധ്യത കൊണ്ട് അല്ല, കിട്ടുവാണത്തിന്റെ പരമാവധി 2 വരുള്ളൂ. കിട്ടാതിരിക്കാനാ അല്ല കുമാർ, നിങ്ങളോട് ഈ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് മനസ്സിലാക്കേണ്ട, ഈ സർവേ എന്ന് പറയുന്നത് ഇത് നമ്മൾ നോക്കുക, ഇത്രയും വലിയ ബൾക്കി ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. ഈ ഡോക്യുമെന്റ് പ്രകാരം നിങ്ങളുടെ എല്ലാ ജാതകവും കുമാറെ പരിശോധിച്ചിട്ടുണ്ട്. ആ ജാതകം പരിശോധിച്ചപ്പോൾ ഇവർ കണ്ടത് പരമാവധി 2 ആണ്. എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾക്ക് അങ്ങനെ 1ാം സ്ഥാനം വരാൻ കഴിയില്ല എന്ന് ശ്രീ തോമസ് ഐസക് പറഞ്ഞെങ്കിൽ, അവരെങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വരാൻ കഴിയില്ല. കാരണം അവർ വോട്ട് ഒന്നുകൂടെ കാണണോ? അല്ല, പെർസെന്റേജ് വോട്ട് നിങ്ങളുടെ സർവേയും 2011 താരതമ്യപ്പെടുത്തി 2011 ഞാൻ പറഞ്ഞ ഒന്ന് കഴിഞ്ഞോട്ടെ. എന്നിട്ട് അങ്ങനെ ഇവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 1ാം സ്ഥാനം വരാൻ പ്രയാസമാണ്. കാരണം അവര് കോൺഗ്രസ് വോട്ട് കൊടുക്കുമല്ലോ. അങ്ങനെ പ്രോബബിലിറ്റിയെ കുറിച്ചാ പറയുന്നത്. ഈ ചർച്ചയിൽ ആരും പൊളിറ്റിക്സ് പറഞ്ഞെങ്കിൽ പോലും ഒരു വലിയൊരു കടുത്ത പക്ഷപാതം ഞാൻ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവം പറഞ്ഞതാണ്. മുൻകാലങ്ങളിൽ BJPയുടെ വിജയ സാധ്യത വളരെ
നിർണായകമായി അട്ടിമറിച്ചിട്ടുണ്ട്. അത് യാതൊരു സംശയമില്ല. അത് വോട്ടിംഗ് പാറ്റേൺ അങ്ങനെയാണെങ്കിൽ പരിശോധിച്ചാൽ ഐസക് പറഞ്ഞ പോലെ തദ്ദേശ സ്വയംഭരണ അത് തെരഞ്ഞെടുപ്പിൽ പറ്റില്ല. അത് ലോക്കൽ ഇലക്ഷൻ ആൾക്കാർ നിൽക്കുന്ന അവിടെ ഉള്ളവരല്ലേ, അവരെ അപ്പോൾ നിർത്തി ചെയ്യാൻ സാധ്യത ഞാൻ പറയും, പ്രോബബിലിറ്റി നോക്കും. സാധ്യതയുണ്ട്, പക്ഷെ കൂടുതൽ സാധ്യത എന്തിനാ 0-ൽ പോകാൻ. ഓക്കെ, സൂര്യനാട് 10ഓളം സീറ്റുകളിൽ നഷ്ടം വരുന്നു മലബാറിൽ. 10ഓളം സീറ്റുകളിൽ. അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, സർവേയിൽ നമ്മൾ ഈ 3 മണിക്കൂർ നേരം ചർച്ച ചെയ്തു, അതിന്റെ റിസൾട്ട് എഴുതി കാണിച്ചത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സൂര്യനാട് ഒരു സെക്കൻഡ് വ്യത്യാസമുണ്ട്. താങ്കളോടുള്ള എൻ്റെ ഇഷ്ടവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, 93 ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ 42 ചോദ്യങ്ങൾ ആയിട്ട് കുറച്ചു. ആ 42 ചോദ്യങ്ങളിൽ ഇന്ന് നാളെയുമായിട്ടാണ് ചോദ്യങ്ങൾ മുഴുവെടുക്കുന്നത്. അതിൽ 20ഓളം ചോദ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ 20ഓളം ചോദ്യങ്ങൾ 4-5 ചോദ്യങ്ങളാണ് താങ്കൾ ഊന്നുന്നത്. ആ 4-5 ചോദ്യങ്ങൾക്ക് അപ്പുറത്തായിട്ട് പ്രീഡോമിനന്റ് ആയിട്ട് ജനങ്ങൾ ചിന്തിക്കുന്നത്. തെക്കോട്ട് വരുമ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം. പക്ഷേ ഇവിടെ മലബാറിൽ ഈ മാറ്റം വരാൻ ഒരു കാരണവും കേരള രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഞാൻ കാണുന്നില്ല. നമ്മുടെ സർവേ ചർച്ച ചെയ്തപ്പോഴും കാണുന്നില്ല. അതെന്തുകൊണ്ടാണ് എനിക്ക് ഡോക്ടർ ശൂരനാട് പറയുന്ന ഈ കാര്യം വളരെ ശരി. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത സരിതയോ അല്ലെങ്കിൽ ബാർക്കോഴ ഇതൊന്നും ഒരു പക്ഷേ മലബാറിന്റെ സ്വഭാവം വെച്ച് അങ്ങനെ പറഞ്ഞത് അവിടെ ഒരു കുറച്ചുകൂടെ പൊളിറ്റിക്കൽ ആകാനാണ് സാധ്യത. ആ പൊളിറ്റിക്കൽ എന്നുള്ള നിലയ്ക്ക് സരിതയൊന്നും അവിടെ ആൾക്കാർ അറിയില്ലേ? അല്ല, ആ നിലയ്ക്ക് ഒരുപക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ വരുന്നതിനേക്കാൾ അതായത് അജിത്ത് ഒരു സെക്കൻഡ്, പൊളിറ്റിക്സ് ആണെന്ന് ഈ ഭരണം അഴിമതിയാണെന്ന് പറയുന്നത് പൊളിറ്റിക്സ് ആണ്. ഒരു ആനുകൂല്യം കൊടുക്കുന്നതെന്ന് പറയുന്ന പൊളിറ്റിക്സ് അല്ല. അപ്പൊ ഈ സരിതയെന്നോ ബാർക്കോഴയെന്നോ ഇക്കിളിപ്പെടുത്തുന്നതല്ല. ഈ രാഷ്ട്രീയ ഈ ഭരണകൂടത്തിൽ ഈ UDFന്റെ ഭരണത്തിൽ വന്നിട്ടുള്ള അപചുതി ഇത് കവിഞ്ഞൊരു നാറാനും നീറാനും ഉണ്ട്. അതാണ് ജനങ്ങളുടെ മുമ്പിൽ. ഇങ്ങനെ അപമാനകരമായൊരു സർക്കാർ ഈ കേരളത്തിന് ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. ഇത്ര ആക്ഷേപം കേൾക്കുന്ന ഞാൻ പറയട്ടെ, ഒരു ആക്ഷേപം VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ടുണ്ട്, കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ടുണ്ട്, നയനാരുണ്ടായിട്ടുണ്ട്. ഒരു അഴിമതി ഇത്രയും അഴിമതി ആക്ഷേപങ്ങളിലും വൃത്തികെട്ട ആരോപണങ്ങളിലും മുങ്ങിക്കുളിച്ച മന്ത്രിമാരും നേതാക്കന്മാരും ഉണ്ടായ ഒരു സർക്കാർ കേരള ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. അതാണ് പ്രധാനം. അങ്ങനെയാണ് ഈ സർവേ നമ്മൾ 3 മണിക്കൂർ ഡിസ്കസ് ചെയ്തപ്പോൾ 4 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഈ ഗവൺമെന്റ് മുന്നിട്ട് നിൽക്കുന്നു. മുന്നോട്ട് നിന്നിട്ടില്ല. ഒരു ഭക്ഷണം നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കും, അതിന്റെ പുളിശ്ശേരി രുചി ഉണ്ടാക്കുന്നതാ 1 ഗ്രാം എണ്ണയും അല്പം കടുവും അല്പം മുളകുമാണ്. അതിന് മൊത്തം പുളിശ്ശേരിയെ വൃത്തികേടാക്കുന്നത് അതാണ്. ഒരു പക്ഷേ താങ്കൾക്ക് ഈ സർവേയുടെ റിസൾട്ടിനെ കുറിച്ച് അഭിപ്രായ വിയോജിപ്പുകളുണ്ടാകും. പക്ഷെ എനിക്ക് ഉറപ്പായിട്ടറിയാം, താങ്കൾ ഇടനെഞ്ചി കൈവച്ച് കഴിഞ്ഞാൽ ബ്രിട്ടാസും CS-ഉം 100% ശരിയാണ് താങ്കൾ പറയുമെന്ന് താങ്കളുടെ മുഖത്തോട് എനിക്ക് വായിച്ചിരിക്കാം. താങ്കളുടെ ആ ഒരു മഹാമനസ്കത മാത്രം എനിക്ക് മതി. എന്തായാലും CS-ന്റെ സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസിന്റെ സർവേയുടെ ആദ്യ പകുതിയാണ് നമ്മൾ പിന്നിട്ടത്. മലബാറിലെ 60 സീറ്റുകൾ എങ്ങനെയായിരിക്കും ഇന്ന് വോട്ടെടുപ്പ് നടന്നാൽ പ്രതികരിക്കാൻ പോകുന്നത്. ഇനി നാളെ കൃത്യം 7 മണിക്ക് മധ്യ കേരളത്തിൻ്റെയും തിരുവിതാംകൂറിന് തെക്കൻ കേരളത്തിൻ്റെയും രാഷ്ട്രീയ ചിത്രത്തെ അനാവരണം ചെയ്തുകൊണ്ട് CS-ന്റെ സർവേയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ അനാവരണം ചെയ്യും, അവലോകനം ചെയ്യും. അതോടുകൂടി തന്നെ അവസാനത്തിൽ കേരളത്തിൻ്റെ മൊത്തം വോട്ടിംഗ് സ്ഥിതിയെക്കുറിച്ചും സീറ്റ് സ്ഥിതിയെക്കുറിച്ചുമുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി അവസാനം ഉണ്ടാകും. പ്രേക്ഷകർ നാളെ 7 മണിക്ക് കൃത്യമായിട്ട് ഒരു ഒഴിവൊഴിവും പറയാതെ ഞങ്ങളുടെ പരിപാടിയിലേക്ക് എത്തണമെന്ന് അപേക്ഷിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത ബിബീഷ്, ഡോക്ടർ തോമസ് ഐസക്, ശ്രീ MS കുമാർ, ശ്രീ ശൂരനാട് രാജശേഖരൻ, എൻ്റെ സുഹൃത്ത് അജിത്ത്, ഡോക്ടർ ലാൽ, ഇവർക്കെല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ പ്രഭാഷണം നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.